ഞങ്ങൾക്ക് കുറച്ച് തുള്ളിച്ചാട്ടെല്ലാം കൂടുതലായിരിക്കും. ഭയങ്കര ഒരു ഗുളു 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 ഒരു ഇതിലായിരിക്കും. ഞാൻ കാരണം എനിക്കിങ്ങനെ എൻ്റെ ഒരു ആ ഒരു നമ്മളൊരു ഹലോ ഹലോ ബർത്ത്ഡേ തക്കിടുകിടുകിടേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ഗുങ്കുറൂസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു തുള്ളംകളി കുറച്ച് കൂടുതലായിരിക്കും. തുള്ളംകളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇരുത്തം വരാത്ത ടൈപ്പില്ല, അതാണ് എനിക്ക് ഇവിടെ ഒരു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ ഒരു ഇരുന്നിട്ട് ഇങ്ങനെ ഒരു കംഫർട്ടായിട്ടാണ് ഉണ്ടാവില്ല. ഇന്ന് എനിക്ക് അങ്ങനെ പറ്റൂല, കാരണം ഇരുത്തം വരില്ല. ആ ഒരു ഇതിലാണ് അത്രയും ഹൈ ലെവൽ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും എന്നെ ചിലപ്പോൾ ഭയങ്കര പൊതുവേ ഞാൻ അഹങ്കാരിയാണ് ഒരു 3/4 ആൾക്കാരുടെ മനസ്സിലും. എന്നാലും അതിൽ ഉൾപ്പെടാത്ത ആൾക്കാർക്കെങ്കിലും ചിലപ്പോൾ എന്നെ ഈ ഒരു ഇത്രയും സന്തോഷത്തിൽ ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായിട്ട് ഇത്രയും ഞാനൊരു ഹൈ ലെവലിൽ സന്തോഷിച്ചൊരു ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നിയില്ല, ഇത്രയും എനർജിയിൽ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നരുത് ഇത് ഭയങ്കര അഹങ്കാരം വീഡിയോ ആണോ, അങ്ങനെ തോന്നരുത്. ഇതെൻ്റെ ഹാപ്പിനെസ് ആണ്, ഇതെനിക്ക് ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത്. ഇപ്പം ഇത് അങ്ങനെ ഒരു ഫ്ലോയിൽ വന്നു പോകുന്നതാണ്. അപ്പം എന്നെ ഇത്രയും ഹാപ്പി ആക്കിയ ആ കാര്യം എന്നാന്ന്, അല്ലെങ്കിൽ ഇത്രയും ഞാനിങ്ങനെ സന്തോഷിക്കേണ്ടതിൻ്റെ ആ ഒരു കാരണം എന്നാന്ന് അറിയണ്ടെങ്കിലും അറിയണം. ഞാൻ ഈ ഒരു 5 വർഷമായിട്ട് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ട് ഉള്ളൊരു കാര്യമാണ്. എനിക്കൊരു ഐഫോൺ വാങ്ങിയിരിക്കുന്നു. ഏതാണെന്ന് വെച്ചാൽ ഐഫോണിൻ്റെ 16 Pro Max ആണ് എനിക്ക് സമ്മാനമായിട്ട് ഞാൻ തന്നെ കൊടുത്തത്. അപ്പോൾ അതായിരുന്നു എൻ്റെ എനിക്ക് വയ്യ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എന്നുള്ളത് ഞാൻ ഫോൺ വാങ്ങിയതിന് ശേഷം എടുക്കുന്ന ഒരു ഇൻട്രോ വീഡിയോ ആണ്. കാരണം ആ ടൈമിൽ എനിക്ക് ഇൻട്രോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ട ഞാൻ പറഞ്ഞല്ല. എൻ്റെ ഭയങ്കര ഒരു പ്ലാനിങ് ആയിരുന്നു ഈ ഫോൺ വാങ്ങുക എന്നുള്ളത്. പക്ഷേ അതൊരു 6-7 മാസത്തിന് ശേഷമായിരുന്നു. അപ്പോൾ അന്നേരം എൻ്റെ ഫണ്ടും കാര്യങ്ങളെല്ലാം സെറ്റാവുള്ളൂ. 2 കുറി അതായിരുന്നു എനിക്കിത് വാങ്ങാനുള്ള. നമുക്ക് അങ്ങനെയല്ലേ ഐഫോൺ വാങ്ങാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങാന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് വാങ്ങാന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലായി ഫണ്ട് വേണ്ടേ, ഏടുന്ന് പൈസ എന്നുള്ളത് വേണ്ടേ. അപ്പോൾ എനിക്ക് 2 കുറി ഉണ്ടായി. ഞാൻ 1 കുറി ഓൾവേസ് കഴിഞ്ഞു. അപ്പോൾ ഞാനത് അവരിൽ തന്നെ പിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഉണ്ടായിന്, കാരണം എൻ്റെ കയ്യിലുണ്ടായ ചിലവായിപ്പോൾ. മറ്റേ കുറി കഴിയണമെങ്കിൽ ഒരു 6-7 മാസം കൂടി ഉണ്ട്. അതായിരുന്നു 6-7 മാസം കഴിഞ്ഞിട്ട് വാങ്ങാമെന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ എനിക്ക് പണി തന്നു. ഒരു 1 year ആയി എൻ്റെ ഡിസ്പ്ലേയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം പൊട്ടിയിട്ട്. പക്ഷെ എന്നാലും ഒരു 6-7 മാസം വരെ ഞാൻ തട്ടിമുട്ടി കൊണ്ടുപോകും, അതിന് എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്കൊരു വിശ്വാസം ഉണ്ടായിന്. പക്ഷെ ആ വിശ്വാസം പോയി എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. കാരണം നാട്ടിൽ ഈയിടെ പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ കോസ്റ്റ്യൂംസൊക്കെ എടുക്കാൻ നാട്ടിൽ പോയ ടൈമിൽ ആദ്യം അവിടെ ഒരു ഷോപ്പിൽ നിന്ന് ഒന്ന് വീണു, നല്ല വീഴ്ചയായിരുന്നു വീണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ട്രെയിനിൽ നിന്ന് ഒന്ന് വീണു. അപ്പോഴത്തേക്ക് കാര്യം എല്ലാം സെറ്റായി. ഡിസ്പ്ലേ പോയാലൊന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഡിസ്പ്ലേ പോയാലല്ല, ഇങ്ങനെ പൊടി ഡിസ്പ്ലേ പോയെന്ന് വെച്ചാൽ അവിടെ ഇവിടെയും ചെറിയ വരയും കുരിയും അല്ലാണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ അവസ്ഥ. പക്ഷെ ഉള്ളിൽ ഭയങ്കര പ്രശ്നം പറ്റി, എനിക്ക് കോളും കാര്യങ്ങളൊന്നും പോകുന്നില്ല. അപ്പം അത് ഷോപ്പിൽ കൊണ്ട് കാണിച്ച് മാക്സിമം ഇതന്നെ തിരിച്ചു പിടിക്കാൻ നോക്കിയിനി. അതിൻ്റെ മെയിനായിട്ടുള്ള ലക്ക് എനിക്ക് വന്ന ഈ ഒരു ഫോൺ ഇപ്പോൾ വാങ്ങാൻ പറ്റിയ കാരണം തന്നെ ആ 2ാമത്തെ കുറി നറുക്കുറി ആയിരുന്നല്ലോ, അത് എനിക്കാണ് വീഴണി. അതാണ് എൻ്റെ ലക്ക് എന്നുള്ളത്. എനിക്ക് ഭയങ്കര ലക്കായിട്ട് തന്നെ എനിക്ക് തോന്നിയിനി കേട്ടോ. അപ്പം അങ്ങനെ ഇനി ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഞാൻ അങ്ങോട്ടേക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒന്നും ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ പോയി രാവിലെ നമ്മൾ പോകുന്നത് ഫോൺ നോക്കി ഒന്ന് സെറ്റ് ചെയ്യാം, ഇത് ഫിക്സ് ചെയ്യാമെന്ന്. കാരണം എൻ്റെ മനസ്സിൽ 15 Pro Max ആയിരുന്നു. അതായിരുന്നു ഞാൻ കുറേ നാളുകളായിട്ട് അതിനെക്കുറിച്ച് തന്നെയായിരുന്നു. അത് മതി, എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന അത് മതി ആ ഒരു ഇതിൽ. പക്ഷേ അവിടെ പോയി 2 ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് എന്നെ 16 Pro Maxലേക്ക് എത്തിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്നല്ലേ എനിക്ക് ഇത്രയും നാൾ ഇതിനെക്കുറിച്ചല്ലേ A to Z നോക്കി എൻ്റെ ഫണ്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പെട്ടെന്ന് അതിലേക്ക് മാറുമ്പോഴത്തേനും എനിക്ക് ഫുൾ മൈൻഡ് ഔട്ടായി. പിന്നെ വിചാരിച്ചു ഏട്ടനും കൂടി വന്നിട്ട് പിന്നെ ഈവനിങ് ആ ഒരു ഭയങ്കര ഒരു സന്തോഷമല്ലേ നമ്മളത്, ഒരു ഭയങ്കര ഒരു ഫീലിങ്സ് അല്ലേ, അതിൽ ഏട്ടനും കൂടി വേണമെന്ന് തോന്നി. അപ്പോൾ ഏട്ടനും കൂടി വന്നിട്ട് ഈവനിങ് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഈവനിങ് ആണ് നമ്മളത് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കുറച്ചേ ഉള്ളൂ. അതും പിന്നെ ഏതൊക്കെയോ ലാൻഡ്സ്കേപ്പിലും അല്ല പോർട്രേറ്റിലും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പം അത് ഞാൻ ഇവിടെ ഇനി കുറച്ചായിട്ട് വെക്കാം കേട്ടോ. എൻ്റെ അങ്ങോട്ടേക്ക് ആ ഒരു ചെറിയൊരു ഹാപ്പി മൊമെൻറ്റ്സ് അതിൽ എനിക്ക് ഇത്രയും ഇപ്പം നിങ്ങൾക്കാണ് ഇത്രയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഹാപ്പി അതൊന്നും ഇല്ല. കാരണം ഭയങ്കര ഒരു പേടിയാണ് ഉണ്ടായത്. കാരണം അതെന്തെല്ലോ എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം
ഇത്രയും വലിയൊരു ഫോൺ കൈമ കിട്ടുമ്പോൾ തിരിച്ച്, അതായത് ഇവിടെ ക്ലാസ്സിലായാലും എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ ഉണ്ട് ഫോൺ. അപ്പോൾ ആളടുത്ത് ഞാൻ ഫോൺ വാങ്ങിയാലും തിരിച്ച് കൊടുക്കും വരെ എനിക്ക് എന്തെങ്കിലും ഫോട്ടോസ് കുട്ടികളെ എടുക്കാൻ വാങ്ങിയാലും ഞാൻ കൂടുതൽ അങ്ങനെ വാങ്ങില്ല കേട്ടോ. ഭയങ്കര അഭിമാനിയാണ് ഞാൻ. അത് എനിക്കൊരുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ ഇത് ഞാൻ ആളത്രയും നമ്മൾ ഫ്രണ്ട്ലിയാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ആളടുത്ത് നിന്ന് വാങ്ങുമ്പോൾ തിരിച്ച് കൊടുക്കും വരെ എനിക്കൊരു സമാധാനക്കേടാണ്. അതുപോലെയായിരുന്നു ആ ടൈമിൽ. ഒരു ഭാരം പോലെ എനിക്ക്, അതിൻ്റെ ഭാരമല്ല കേട്ടോ, എന്തോ ഒരു സംഭവം എനിക്ക് ഇങ്ങനെ അതിന് ആരെങ്കിലും പിടിക്കുമോ എന്നുള്ള രീതിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വീഴുമോ എന്നുള്ളൊരു പേടി, എന്താ അറിയില്ല. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുക. ഭയങ്കര ഈ കാണുന്ന, ഞാൻ പറഞ്ഞാൽ ഈ കാണുന്ന എക്സൈറ്റ്മെൻറ്റൊന്നും ആ ടൈമിൽ ഉണ്ടാവില്ല. ടൈമിൽ ഭയങ്കര എല്ലാം കൂടി ഒരു വണ്ടർ ഒരു ആയിട്ടുള്ളൊരു ഞാനേ. എല്ലാം ഉണ്ടായിന്, പെട്ടെന്നായതുകൊണ്ട് ഇങ്ങനെയല്ലേ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇൻട്രോ കൊടുത്തത് കേട്ടോ. ഞാൻ ഇൻട്രോ കൊടുത്താൽ എനിക്കറിയാം ഭയങ്കര ലാഗാവും, എനിക്ക് എന്തെല്ലോ ബളബളേ പറയും. ഞാൻ മനസ്സിലായി സന്തോഷം ഉണ്ടാകുമ്പോൾ ഭയങ്കര സങ്കടത്തിലിരിക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ, സങ്കടം മാത്രമല്ല ഭയങ്കര ഇമോഷണലി ഞാൻ മിക്സഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഭയങ്കര സ്ട്രെസ്സായിരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞൊന്നും മുഴുമിപ്പിക്കാൻ പറ്റില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട്. എന്നാന്ന് എനിക്കറിയില്ല. ഞാൻ എനിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണിത്. ഒരു 4-5 വർഷമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ 4-5 വർഷത്തിൽ 3 വർഷം ഒരു ആഗ്രഹം മാത്രമായിരുന്നു. പക്ഷെ അന്നേരം എനിക്കറിയാം ഇതൊരു ലോങ് ആയിട്ടുള്ളൊരു, ഇപ്പോഴൊന്നും നടക്കുന്ന ഒരു ആഗ്രഹമല്ല എന്ന് ആഗ്രഹിക്കുമ്പോഴേ അറിയാം. പക്ഷേ അതിലൊരു അഭിമാനമുള്ളത് എൻ്റെ ഈ ഒരു ഫോൺ എന്നുള്ളത് ഞാൻ എൻ്റെ സ്വന്തം പൈസക്ക് വാങ്ങി എന്നുള്ളൊരു ഭയങ്കര ഒരു അഭിമാനമാണ്. ഒരു ഫീലിങ്സ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇത്രയെല്ലാം എനിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടോ? കാരണം മുമ്പിലൊരു കുഞ്ഞി അച്ഛൻ്റെ എല്ലാം ഉള്ളിൽ ഒതുങ്ങി വളർന്ന മോളെയാണ്. അപ്പോൾ എനിക്ക് ഇത്രയെല്ലാം മാറ്റം വന്നാൽ അതിലെനിക്ക് എന്നോട് തന്നെ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരാളെയും പറ്റിക്കാതെ ഞാൻ എൻ്റെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഡാൻസ് ക്ലാസ് ഈ പ്രൊഫഷനായിട്ട് ഇത് എടുത്തു തരാം, ഡിഗ്രിയും ഡിപ്ലോമയിലായിട്ട് ഇത് കൊണ്ടുപോരാം, ഇതിൽ നിന്നെല്ലാം എന്തെങ്കിലും ആവും. പക്ഷെ ഞാൻ എൻ്റെ ഈ ഡാൻസ് ക്ലാസ്സിന് ഓരോ മാസവും എനിക്ക് കിട്ടുന്നത് മാറ്റി വെച്ച് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കുറിയും കാര്യങ്ങളൊക്കെ ആക്കിയത്. എനിക്ക് എൻ്റെ സ്വന്തം പൈസയും കൊണ്ട് വാങ്ങാൻ പറ്റി. അതുമാത്രമല്ല, ഇപ്പോൾ സ്റ്റിൽ ഇപ്പോൾ എനിക്കിപ്പോൾ വരുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് എൻ്റെ ഡാൻസ് ക്ലാസ് മാത്രമാണ്. വേറെ എവിടെ നിന്ന് എനിക്ക് വരുമാനവും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം യൂട്യൂബിൽ നിന്നും ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ യൂട്യൂബിൽ നിന്ന് കിട്ടാൻ. അതിന് ശേഷം വീഡിയോസും കാര്യങ്ങളൊന്നും റെഗുലറായിട്ട് പോകാത്തതുകൊണ്ട് അതിൻ്റെ ഫണ്ടും അവിടെ പെൻഡിങ് ആണ്. കുറച്ചും കൂടി ആയാലേ അതും വരാനൊക്കെ തുടങ്ങും. 3 മാസമായി വീഡിയോസൊന്നും ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ കിട്ടിയിട്ട്. അപ്പം ഇടാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ കുറേ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും കുറേ കോംപ്ലിക്കേഷനൊക്കെ ലൈഫിൽ വന്നു. അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് വയ്യാണ്ടായി. പിന്നെ ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ തിരക്കായി പോയി. അപ്പം ഞാൻ പറഞ്ഞു തന്നിത്ര തന്നെ ഞാൻ ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തെടുത്ത് എൻ്റെ അച്ഛൻ്റെ അടുത്തായാലും എൻ്റെ അടുത്തായാലും ഒരുപാട് പേര് ഡയറക്റ്റായാലും ഇൻഡയറക്റ്റായിട്ടും, ഡയറക്റ്റ് തന്നെയായിരുന്നു കൂടുതലും പറഞ്ഞത്, ഇതൊക്കെ എന്തിനാ ഒരു ജോലി കിട്ടുന്ന അല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടുന്ന അതല്ലേ വേണ്ടത്, ഇതൊക്കെ എടുത്തിട്ട് എന്തിനാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു എമൗണ്ട് തന്നെയാണ് ഞാൻ ഇത് വാങ്ങിയത്. അപ്പോൾ അതിലൊരു ഭയങ്കര അഭിമാനമുണ്ട്. അതുമാത്രമല്ല എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഒരു, അതങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, ഭയങ്കര ഇങ്ങനെ സെൽഫായിട്ട് പൊങ്ങുന്നെന്നെല്ലാം പറയില്ല, സ്വയം പൊങ്ങുന്നെന്ന് അറിയില്ല, അങ്ങനെയാണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് എന്നോട് ഭയങ്കരമായിട്ട് എനിക്ക് എന്നോട് പറയണമെന്നുണ്ട്, എനിക്ക് എന്നോട് തന്നെ പറയണമെന്നുണ്ട്. ഭയങ്കര മാറ്റമുണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ. കാരണം അച്ഛൻ്റെ അമ്മേൻ്റെ കുഞ്ഞു മോളായിട്ട് ഇങ്ങനെ ഒതുങ്ങിയെന്നല്ല കുഞ്ഞു മോളായിട്ട് അങ്ങനെ ജീവിച്ച ഞാൻ ഇങ്ങനെ ഇത്രയും ചേഞ്ചസ് എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇതാക്കുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുക, അങ്ങനെ ആ ഒരു മാറ്റം എനിക്ക് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് ഇത്രയും ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് വിഷമം വരുന്നുണ്ട്. പക്ഷേ എത്ര വിഷമം വന്നാലും ഞാനിപ്പോൾ വിഷമിച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കലില്ല. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ വിഷമത്തിൽ നിന്നെല്ലാം
അങ്ങനെ മാറുന്നുണ്ട് ഞാൻ. അല്ലാതെ കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആയല്ലോ, ഇങ്ങനെ ആയല്ലോ, അയ്യോ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടണമല്ലോ, അങ്ങനെ ഒന്നും ഇരിക്കുന്നില്ല. പക്ഷെ എല്ലാ മനുഷ്യന്മാർക്കും കഷ്ടപ്പെടണം. നമ്മളെ അച്ഛനും അമ്മയും എല്ലാം നമ്മളെ കഷ്ടപ്പെട്ട് തന്നെ വളർത്തിയതിന്. അപ്പോൾ ഒരു പ്രായമാകുമ്പോൾ നമ്മളും കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. ആ ഒരു ലെവലിലാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇമോഷണലി കുറച്ച് വീക്കായി കഴിഞ്ഞാൽ ഞാൻ പറയുന്നതൊന്നും എനിക്ക് കൂട്ടിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോൺ വാങ്ങിയിട്ട് 2.5 വർഷമായി. അപ്പോൾ ഈ ഫോൺ വാങ്ങാൻ പോകുന്ന ടൈമിൽ എൻ്റെ അടുത്ത് എന്തുകൊണ്ടും പറഞ്ഞ് നമുക്ക് ഐഫോൺ വാങ്ങിയാലോ അങ്ങനെയുള്ള പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നാലും എൻ്റെ കയ്യിൽ ഫണ്ടില്ല. പിന്നെ എനിക്ക് കടാക്കിയിട്ട് വാങ്ങാനൊരു പേടിയുണ്ടായിന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇപ്പം ഇത് മതി, എൻ്റെ കയ്യിൽ ഇപ്പം ഇത് വാങ്ങാനുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ സാംസങ് നോട്ട് 10 Pro ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫോൺ എനിക്കൊരു കംപ്ലയിൻറ്റും അതിനെക്കുറിച്ച് പറയാനില്ല. എൻ്റെ കൈമന്ന് വീണ് പോയതല്ലാണ്ട്. അപ്പോൾ അതാണ് ഞാൻ അപ്പോൾ അന്നേരം ഞാനത് വാങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് ഇത് യൂസ് ചെയ്ത് ഇതിനിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി ഇനി വാങ്ങണം, മറ്റൊരു ഫോൺ വാങ്ങണം എന്നില്ലാതെ ഞാൻ വിചാരിച്ച കാര്യം തന്നെയായിരുന്നു. ഇനി വാങ്ങുന്നുണ്ടെങ്കിൽ ഐഫോൺ വാങ്ങാന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സാംസങ്ങിൽ തന്നെ പുതിയത് വാങ്ങിയാലോ. ഞങ്ങൾ വേണ്ട, കാരണം ഈ സാംസങ് എനിക്ക് ഓൾറെഡി ഒന്നുണ്ടല്ലോ, ഒരു ആൻഡ്രോയിഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് മതി. പിന്നെ നമ്മൾക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ, അതൊന്ന് അവിടെ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം, ആഗ്രഹം അങ്ങനെ ഇതാക്കി കൊടുക്കുക എന്നുള്ളത്. ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് എൻ്റെ വീട്ടിൽ ഇത് വാങ്ങുന്നത് അറിയിക്കുന്നതായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അമ്മയ്ക്കൊക്കെ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത്രയും വലിയ പൈസയുടെ ഫോൺ വാങ്ങുന്നത്. അമ്മ എപ്പോഴും എന്തെങ്കിലും വാങ്ങുന്ന പറയുമ്പോൾ അമ്മ പറയും വേണ്ട, അതിന് വല്ല സ്വർണ്ണവും വാങ്ങി വെക്ക്, നമുക്ക് ഭാവിയിലേക്ക്, അങ്ങനെ പറയാം. അത് നല്ല കാര്യമാണ്, അത് അമ്മ പറയും. അത് എന്തായാലും ഇത് വാങ്ങുന്നത് പറയാൻ പോകുമ്പോൾ അമ്മ പറയുന്നറിയാം. പക്ഷെ അമ്മ പറഞ്ഞിട്ടില്ല. കാരണം അമ്മ ഇപ്രാവശ്യം പോയപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ പോയ ടൈമിലാണ് വീണത്. ആ ടൈമിൽ പോയൊരു അമ്മ കണ്ടതാണ് എൻ്റെ ഫോണിൻ്റെ അവസ്ഥ. അപ്പോഴേ അമ്മ പറയുന്നുണ്ട് വാങ്ങിക്കൂടെ. എന്നാലും ഇത്രയും വലുതൊന്നും വാങ്ങുന്ന അറിയില്ല. നമുക്ക് എന്നെ വഴക്കൊന്നും വേണ്ട, വീട്ടിലുള്ളവർക്കായാലും അറിയാം ഇതെനിക്ക്. ഇനിയിപ്പം അവർക്കറിയാം ഇപ്പം യൂട്യൂബിൽ നിന്ന് നമ്മൾ ആ ഒരു ആഡ്സെൻസിൻ്റെ അക്കൗണ്ടിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ പോയത് വീട്ടിലേക്കാണല്ലോ. അപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവർ ഓട്ടോമാറ്റിക് എന്താ അപ്പോൾ ഇതിൽ നിന്ന് പൈസയൊക്കെ ഉണ്ടോ, ഞാൻ ചുമ്മാ പണ്ടേ പറയും പൈസയൊക്കെ കിട്ടുമെന്ന്. പക്ഷേ അവർക്കത് ഭയങ്കര വിശ്വാസമായത് അത് വന്നപ്പോൾ ആ ടൈമിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്കറിയാം എനിക്കിതും കൊണ്ട് ഒരു ഫോൺ, നല്ലൊരു ക്യാമറ, ഒരു ഫോൺ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എൻജോട്ടിനായാലും ഞാനായാലും ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എൻജോട്ടിനെ ഒന്ന് വിളിച്ചു വെച്ചു, എൻജോട്ടാ കാരണം ഇപ്പം കുറച്ച് 2 ദിവസമായി ഇത് വാങ്ങിയിട്ട്. അപ്പോൾ എനിക്കൊരു വീഡിയോ ഇടണം എന്നുണ്ട്, ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ വ്യൂവേഴ്സിനെല്ലാം അറിയിക്കണം എന്നുണ്ട് ഈ ഒരു സന്തോഷം. ബട്ട് എൻജോട്ടിനും കൂടി വേണമെന്നുള്ളൂ. പക്ഷേ എൻജോട്ടിന് മോർണിംഗ് 8 മണിക്ക് പോയി നൈറ്റ് 8 മണിക്കാണ് വരിക. അപ്പോൾ എൻജോട്ട് വരുന്ന ടൈമിൽ ഞാൻ ഓൺലൈൻ ക്ലാസ്സിലായിരിക്കും. ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോൾ രാത്രി 1 മണിയാവും. അപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സ്റ്റിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആകെ ഒരു സൺഡേ ഉള്ളത്. അപ്പോൾ ആ സൺഡേയിൽ ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻജോട്ടും തന്നെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നീ എടുക്ക്. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട്, ചിലവർക്ക് ചിലപ്പോൾ ഞാൻ ഭയങ്കര ഒരു ഇതെന്തെന്ന് ഇപ്പോൾ കളിച്ച് കൂട്ടുന്ന ഒരു ഫോൺ വാങ്ങിയെന്നെല്ലാം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഇത്രയല്ലേ, ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാഗായി പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.